അതങ്ങ് മേടിച്ചൊക്കെ തേച്ചാ പോരെ. ചിരിക്കണം. എലിക്കുട്ടിയമ്മ സമ്മതിക്കുന്നില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാനങ്ങ് സമ്മതിച്ചേക്കുക. എണീറ്റ് വരൂ. കമോൺ. അവിടെ ആള് കാണാൻ മതി, നമുക്ക് പോണ്ടേ? നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നടത്തും. നമ്മുടെ കാര്യം നടത്താനായിട്ടായി. ഏറ്റ് വാ. വേറെ ആരാ ഇവിടെ ഉള്ളത്? ഇവിടെ വേറെ ആരും ഇല്ലെന്നേ, അതിലേ പറഞ്ഞേ. നിങ്ങളല്ലാതെ ഉള്ളൂ. ആ, നിങ്ങളുടെ കാര്യം നടത്താൻ നിങ്ങൾ പോയി. അതുകൊണ്ട് എണീറ്റ് വാ. എണീറ്റേ. മറ്റുള്ളവരെന്താ പറയും? എലിക്കുട്ടൻ പേര് വരണം. ഓരോരുത്തർക്കും അതാരുടെ ജോലിയുണ്ട്. ഓരോരുത്തർക്കും കുടുംബത്ത് അത് എടുക്കണം. അതെടുക്കണമെന്നേ പറയാനേ. ആണുങ്ങൾ എടുക്കണ്ടേ അവരെടുക്കണം. അപ്പം പടിയങ്ങ് തീരും. പെണ്ണുങ്ങൾ എടുക്കണ്ട പെണ്ണുങ്ങൾ എടുക്കണം. പെണ്ണുങ്ങൾ എടുക്കണ്ട പെണ്ണുങ്ങൾ എടുക്കണം. പെണ്ണുങ്ങൾ എടുക്കേണ്ടത് പെണ്ണുങ്ങൾ എടുക്കണം. പെണ്ണുങ്ങൾ എടുക്കേണ്ടത് പെണ്ണുങ്ങളും എടുക്കണം. പെണ്ണുങ്ങൾ എടുക്കേണ്ട പടി പെണ്ണുങ്ങളും എടുക്കണം. ആരെടുക്കണം? പെണ്ണുങ്ങൾ എടുക്കണം. അത് പെണ്ണുങ്ങൾ എടുത്തോളൂ. പിന്നെ ആരാ എടുക്കണം? ആണോ? ഇതൊക്കെ ആണുങ്ങളാണോ എടുക്കണം? പിന്നെ ഇപ്പൊ ആണുങ്ങളും എടുക്കും. ഇപ്പൊ ആണുങ്ങളാ പണി ചെയ്യുന്നത്. പെണ്ണുങ്ങളൊന്നും പണി ചെയ്യാ. മനസ്സിലിരിക്കുള്ളൂ. ആ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും ശരിയാക്കിയ മനിക്കായി. ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും പണി ചെയ്യല, അറിയോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളെല്ലാം പറ്റില്ല. കാരണന്മാരോട് ചോദിച്ചിട്ടായിരിക്കും. അവരോട് ചോദിച്ചിട്ടായിരിക്കും. ആ, പണിയെടുക്കണ കാര്യോ? എങ്ങനെയാ പണിയെടുക്കണ്ടെന്നാ? ഏക്കെ എണീക്കൂ. നമുക്ക് പോകണ്ടേ? നമുക്ക് പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? വീട്ടിൽ പോയായിട്ട് അത് മാത്രം വലിയ പാടോ? പിന്നെ പാടില്ലേ? അതൊക്കെ പൊക്കോളാം. നടന്നു പോകണ്ടേ? അതിന് പ്രത്യേകിച്ച് ആവുന്നു. തന്നെ പോവോ? ഒന്നും വേണ്ടേ. തന്നെ പോവോ? ഓരോരുത്തർ ചെയ്യാനുള്ള ജോലി ഓരോരുത്തർ അങ്ങ് ചെയ്തോണ്ടാ മതി. അപ്പം ജോലി അങ്ങ് തീർന്നോളൂ. പോകാനുള്ള ജോലി ചെയ്യും. അത് തരാം. അവനെ ജോലി ചെയ്തിട്ട് പോകണ സമാധാനത്തിൽ പോകാം. എല്ലാം കാണിച്ചു വെക്കും. ഇങ്ങോട്ട് കഴിക്കട്ടെ. ഒരു നാടി കൊണ്ട് രണ്ട് മണിക്കൂർ എടുത്താൽ തീരുകയില്ല. കുഴഞ്ഞ് കിടക്കുക. അതെന്നെ, ചിലരെടുത്താൽ അങ്ങനെയാ. അവർക്ക് സ്പീഡില്ല. പിന്നെ ചെയ്യാൻ പറ്റും. പലരും പല രീതിയിലല്ലേ. പലരും പല രീതിയിലല്ലേ. അവരെ നമ്മൾ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? ഓരോരുത്തരും കഴിവും സ്വഭാവവും അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കണേ. അപ്പം എണീക്ക്, നമുക്ക് പോവാം. നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോകണ്ടേ? വാ, നമുക്ക് കഴിച്ചിട്ട് പോകണമെന്നേ. കഴിച്ചിട്ട് പോകണം. ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണം കഴിച്ചിട്ട്. എലിക്കുട്ടിയമ്മ വരാത്തോണ്ടാ കഴിക്കാത്ത. എലിക്കുട്ടിയമ്മ വരാത്തോണ്ടാ കഴിക്കാത്ത. ആ, അടുക്കളയിൽ അമ്മ പറഞ്ഞു അങ്ങ് ചെല്ലാൻ. അമ്മ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ. എന്നോടല്ല, എലിക്കുട്ടിയമ്മയോടെ ചെല്ലാനാ പറഞ്ഞേ. ആ, ഞാൻ പോവാ. എലിക്കുട്ടി വരുന്നില്ലേ? എലിക്കുട്ടി വരുന്നില്ലേ? എലിക്കുട്ടി വരുന്നില്ലേ? എലിക്കുട്ടിയോടെ ചെല്ലാനാ പറഞ്ഞേ. എലിക്കുട്ടിയെ കാണണമെന്ന്. അതിനകത്തിനാന്ന് എനിക്കറിയത്തില്ല. അവിടെ ചെന്ന് ചോദിച്ചാലേ അറിയത്തുള്ളൂ. ആരാ ഉണ്ടാക്കണേ? ആരാ? ആരാ അവിടെ ഉണ്ടാക്കണേ? അമ്മയാണോ? അമ്മയാണോ ഉണ്ടാക്കണേ? അമ്മയാണോ ഉണ്ടാക്കണേ? ആ, എന്നാ പല്ല് തേക്ക്. പല്ല് തേച്ചിട്ട് പാ, കഴിച്ചിട്ട് പാ. എലിക്കുട്ടി അമ്മ എണീറ്റ് വരൂ. പല്ല് തേക്കൂ. നോക്കാനൊന്നുമില്ല. വാ വാ, കൂടെ വാ. എന്നെക്കൊണ്ട് തന്നെ പറ്റിയല്ല. എന്നെക്കൊണ്ട് തന്നെ പറ്റിയല്ല. തന്നെ പറ്റിയല്ലെന്നേ. എനിക്ക് പേടിയാ. എലിക്കുട്ടിയും കൂടെ കൂട്ടിന് വേണം. എലിക്കുട്ടി അമ്മയും കൂടെ കൂട്ടിന് വന്നാലേ പോകാൻ പറ്റുള്ളൂ. എന്നെക്കൊണ്ട് തന്നെ പറ്റിയല്ലെന്ന്. വായിട്ട് ചുമ്മാ പോകണം. ഇവിടെ രാവിലെ പല്ല് തേക്കാൻ ഈ മനുഷ്യന്റെ അടുത്ത് തന്നെ കിടന്ന് ചൂടാകുന്നേ. എനിക്കറിയത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. അമ്മയല്ലേ കിടന്ന് ഒച്ച വെച്ചത്? കാര്യം നമുക്കറിയാവൂ. അത് പല്ല് തേപ്പിക്കാൻ കൊണ്ടുവന്നതല്ലേ പൊടിയായിട്ട്. അപ്പൊ അതിലായിട്ട് ഓടിക്കുവാണ്. അതിന് പല്ല് തേക്കാൻ വേണ്ടി വന്നതല്ലേ അമ്മേനെ പല്ല് തേപ്പിക്കാൻ. ഇപ്പൊ ഈ വന്നതാണ്. പൽപ്പൊടിയല്ലേ കയ്യിലിരിക്കുന്നത്. ആ, അതങ്ങ് മേടിച്ചൊക്കെ തേച്ചാ പോരെ. ചിരിക്കണം. എലിക്കുട്ടിയമ്മയോട് തേക്കാനാ പറഞ്ഞത്.
ഞാൻ തേച്ചില്ല. അതങ്ങ് മേടിച്ച പൊടി അങ്ങോട്ട്. അതെ, എനിക്ക് അടുക്കള ഓരോ കൂട്ടം പണിയുണ്ട്. എപ്പോഴും എനിക്ക് എലിക്കുട്ടിയുടെ പുറകെ നടക്കാൻ പറ്റത്തില്ല. അതിനെ മകനെ പറഞ്ഞു വിട്ടത്. ഇപ്പൊ അതായി കുഴപ്പം. അയ്യോ ചുമ്മാ എന്നതാ കണ്ടോ കണ്ടോ, ചുമ്മാ തലയ്ക്ക് പ്രാന്ത് പ്രായിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ എടുത്തോ, ആവശ്യത്തിനെടുത്തോ, എനിക്ക് വേണ്ട. ആവശ്യത്തിനെടുത്തോ. എനിക്ക് അവിടെയുണ്ട്, എവിടെ? എന്റെ വീട്ടിലുണ്ട്. ഞാൻ എടുക്കാൻ പോകും. എന്റെ വീടെന്ന് പറയുന്നത് ഏത് വീടായിരിക്കും എന്റെ ദൈവം? എനിക്ക് ആ വീടൊന്ന് കാണുന്നു വലിയ ആഗ്രഹമുണ്ട്. ആ വീട്ടുകാരെയൊക്കെ പല്ല് തേക്ക് നമുക്ക് പോണം. അമ്മയുടെ വീട്ടിൽ അമ്മ പറഞ്ഞില്ല ആ വലിയ വീട്ടിലൊന്ന് പോണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ അടുപ്പേലേ വെച്ചിട്ടുണ്ട്, കരിഞ്ഞു പോകും. പോട്ടെ, അടുപ്പേലേ സാധനം വെച്ചിട്ടുണ്ട്, കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി പിന്നെ എങ്ങനെ തിന്നും? ഇതെന്താ കോഴിപ്പോ? ആ എണ്ണ എടുത്തതേ അവിടുന്ന്. അയ്യോ, അതെടുത്ത് പേടി വെക്ക്. കൈ എത്തുന്നിടത്ത് വെച്ച് ഇന്നലെ കുളിപ്പിക്കാൻ നേരത്ത് വെച്ചു പോയതാ. അതുകൊണ്ട് ഇതേ എടുത്തു കൊണ്ട് നെറുകെ വെച്ചു. മാറ്റി വെക്കാൻ അത് കൈ എത്തിയല്ല. എന്റെ ദൈവമേ, മതിയോ? അത് പല്ല് തേക്കാൻ. പൊന്നോ, ഇതിലാ ഞാൻ വന്നപ്പോ മോനെ അമ്മ ഇത് ഇട്ടിട്ടാ പല്ല് തേച്ചോണ്ടിരുന്നത്. അതിന് മുമ്പ് തന്നെയായിരുന്നു. നീ വരുന്നപ്പോ അല്ല, അതിന് മുമ്പ്. പല്ല് തേക്കടാ, പല്ല് തേക്കണ എന്തൊരു ചോവാ. അപ്പൊ രാവിലെ എലിച്ച് ഇന്നലെ പരിപ്പടിക്കാതല്ലേ. അപ്പൊ ഇന്നലെ ജോമോള് കുളിപ്പിക്കാൻ നേരത്തെ എണ്ണ വെക്കാൻ വേണ്ടി എണ്ണ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് പോയാടെ. അതെടുത്ത് അമ്മ തല ഉണ്ടോ മുഴുവൻ എണ്ണ വാരി തൂത്ത് വെച്ചിരിക്കുകയാണ്. അന്നേരം വൈകിട്ട് വെളുപ്പിനെ 2 മണിയായപ്പം പ്രാർത്ഥന തുടങ്ങി. ലുത്തിനിയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. സാധാരണ ലുത്തിനിയ ചെല്ലിച്ച കുറവായിരുന്നു. ഇപ്പം ഇന്നലെ വൈകിട്ട് മൊത്തം ലുത്തിനിയുണ്ട്. 2 മണിയായപ്പോൾ തുടങ്ങി. ഇവിടെ ഇടയ്ക്ക് മഴയും ചാറി. അതുകൊണ്ട് ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല. അതിൻ്റെ കൂടെ കൂടിയുള്ള ദേഷ്യം തോന്നുന്നു. ഏതാ എന്നത്? ചായ അനത്ത് എനിക്ക് വെച്ചിട്ടില്ലേ? എനിക്ക് വെച്ചിട്ടില്ലേ? ഇവിടെ ഉണ്ട് ഇത് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് വിളിച്ചോണ്ട് വാ. അമ്മയല്ലേ പറഞ്ഞു വീട്ടിൽ വരുന്നവർക്കൊക്കെ കൊടുക്കണം. വീട്ടിൽ വരുന്നവർക്കൊക്കെ കൊടുക്കണം എന്ന് അമ്മയല്ലേ പറഞ്ഞത്. അയ്യോ, ആര് പറഞ്ഞു? എപ്പോഴും ഇവിടെ നിന്ന് ഉപദേശിക്കുന്ന അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനോട് അമ്മയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മ പ്രായമുള്ള ഒരാളല്ലേ, ചെന്ന് പറഞ്ഞു. ഞാൻ ഈ ചെറുപ്രായക്കാരനോട് പറയുന്നത് ശരിയാണോ? ചെന്ന് അമ്മ പറ. ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നീ കുടിച്ചാ മതി. അനത്തിയൊന്നും കുടിക്കണ്ട. അതിനായിട്ട് പ്രത്യേകം ചെയ്യണ്ടല്ലോ. ഒന്ന് വിളിക്കണ്ടേ? അമ്മയല്ലോ പറഞ്ഞു വീട്ടിൽ വരുന്നവർക്കും എല്ലാം കുടിക്കണോ തിന്നണോ എന്നൊക്കെ കൊടുക്കണം എന്ന് പറയണ എന്നോട്. ചോദിക്കണം എന്നൊക്കെ. ആരായാലും എന്തായാലും ഒന്ന് നോക്കണ്ട, കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേച്ചിട്ട് കൊടുക്കണില്ലെന്ന് പറയണം. ഇങ്ങോട്ട് വാ, എടപ്പാ. അവിടെയല്ല, ഇങ്ങോട്ട് വാ. എവിടെയാ മമ്മിക്ക് പാത്രം കഴുകണ എവിടെയാന്നൊന്നും അറിയത്തില്ല കേട്ടോ. വാ, ഇങ്ങോട്ട് വാ. ഇവിടെയാ പാത്രം കഴുകുന്നത്. അവിടെ അടുക്കള. ചായ കുടിക്കാൻ വിളിക്കുന്നില്ലേ? അമ്മ വിളിച്ചാലേ ശരിയാവുള്ളൂ. ഞാൻ വിളിച്ച പിന്നെ വേറെ വല്ല പ്രശ്നം ഉണ്ടായെങ്കിലോ? ഞാൻ വിളിച്ച വേറെ വല്ല പ്രശ്നമായി പോയെങ്കിലോ? പിന്നെ ഇല്ല, അമ്മ വിളിക്കേ. അങ്ങനെയൊക്കെ ഉണ്ട്. എലിക്കുട്ടിയമ്മ പറയേ ഒന്നും കഴിയല്ല, തന്നെ ഇരുന്ന് കുറ്റപ്പെടുത്തും. കണ്ട സൂത്രക്കാരിയാണേ, സൂത്രക്കാരി എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മ വന്ന് ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുമല്ലേ? ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുമല്ലേ? കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുവാ.
അല്ല ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുവാണോന്ന് ചോദിക്കുവോ ഇത്? അതെല്ലാം തന്നെ ആ അവന് നമ്മൾ കഴുകാതെ പിന്നെ ആരെ കഴുകണം? ആ അത് ശരിയാ. നമ്മൾ കുടിച്ച് നമ്മൾ തന്നെ കഴുകണം. അവൻ പുറത്തുള്ളവരൊക്കെ നോക്കി കാര്യം നടക്കില്ല. നമുക്ക് യാതൊക്കെ ചെയ്യണം. ആ ഉപവാസം വന്നു തുടങ്ങി. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക, മറ്റുള്ളവർക്ക് ശല്യമാകാതെ. നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക, മറ്റുള്ളവർക്ക് ശല്യമാകാതെ. ആ നമ്മൾ കൃത്യമായിട്ട് കപ്പൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ സെറ്റ് സ്ഥലമായിട്ട് വെക്കുന്നുണ്ട്. അത് വെക്കാൻ സ്ഥലം കണ്ടില്ലേ? അതവിടെ അതുകൊണ്ട് കപ്പത്തി വെച്ചു. വായി വെള്ളം കിടക്കുന്നുണ്ട്, കൊണ്ടതല്ലേ? വായി വെള്ളം കിടക്ക, അത് ഉപ്പാതെ ഉണ്ടാൻ പറ്റുമോ? ഇതിനാ ഇതിന് തിന്നോളൂ, പിന്നെ തിന്നോളൂ. ഫാൻ ഇടണം കേട്ടോ, അല്ലെങ്കിൽ കിടക്കിയല്ല. ഫാൻ ഇടണമെന്ന് ഇപ്പം ഫാൻ ഇടണ കാര്യമൊക്കെ മറന്നു പോകുന്നുണ്ട്. ഒരു ചൂട് കാരണം അവിടെ ഇരിക്കാൻ വന്നത് പുറത്തിറങ്ങി വരുന്നത്. അവിടെ ഫാൻ്റെ അടിയിൽ ഇരുന്നിട്ട് ചൂടാ. ആരും ഇല്ലല്ലോ. എവിടെ പോയി? എവിടെ പോയി? വിവാൻ അവിടെ ഉണ്ടല്ലോ. വിവാൻ അവിടെ ഉണ്ടല്ലോ. അതെ, വിവാൻ അവിടെ ഉണ്ടല്ലോ. വിവാനോ? ആ അതുകൊണ്ടല്ലേ കാര്യം. അതിനാ ഞാനിവിടെ ഉണ്ട്. അതുകൊണ്ട് മറ്റേ വേണ്ടേ? വിവാൻ അറിവില്ലേ? പ്രായം ചെന്നവരൊക്കെ കിടക്കാൻ വരുമ്പോ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ. കിടക്കാനോ? പിന്നെ അതെവിടെയും ആ മുറി കിടക്കാം. അങ്ങനെയോ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ വസ്ത്രമൊക്കെ? പിന്നെ ആ മുറി കിടക്കാമല്ലോ. പിന്നെ എന്നാ? എനിക്ക് അറിയത്തില്ല. രാത്രിക്ക് വല്ലതും കിടപ്പുണ്ടോ? എവിടെ? ഇവിടെ അവിടെ വിവാനല്ലേ കിടക്കണേ? അതിനകത്ത് വിവാനല്ലേ കിടക്കുന്നേ? വിവാനല്ലേ കിടക്കുന്നേ? ആണോ? ആ ആ ഉറങ്ങുവാണോ? പിന്നെ അവനെപ്പോൾ അതിൽ ഏറ്റവും കൂടി നടക്കുവാ. ഉറങ്ങാറായില്ല. എലിക്കുട്ടിയമ്മയെ കിടന്നക്കാഞ്ഞേ. അപ്പയും ചാച്ചനും കാലും എവിടെയാണ് കിടക്കണം? അമ്മയും ചാച്ചനോ? അമ്മ ഈ മുറിയിലാണ് കിടക്കണേ. ആണോ? ഈ മുറിയിൽ. ആ ഇവിടെ ഉണ്ടോ? പിന്നെ എലിക്കുട്ടിയമ്മയല്ലേ? എലിക്കുട്ടിയമ്മയല്ലേ? എലിക്കുട്ടിയമ്മ എവിടുത്തെ അമ്മ? എലിക്കുട്ടിയമ്മ എവിടുത്തെ അമ്മ? എലിക്കുട്ടിയമ്മ എവിടുത്തെ അമ്മ? ആണ് ഇവിടുത്തെ അമ്മ. അമ്മ കുതിരക്കട്ടയിലെ അമ്മ. കുതിരക്കട്ടയിലെ അമ്മ. അതിനൊന്നും ഇല്ലെന്നേ. ഒന്നും ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ നൈറ്റിയൊക്കെ എങ്ങനെയുണ്ട് എലിക്കുട്ടിയമ്മയുടെ? പൂള്ള നൈറ്റിയൊക്കെയാ, ചുമല കളർ നൈറ്റി. ഇവിടുത്തെ അമ്മ എവിടെ പോയി? ഇവിടുത്തെ അമ്മ എവിടെ പോയതാ അവനോട് ചോദിക്കാൻ പറ്റേ? ഉണ്ടായിരുന്നല്ലേ? ആ ഇന്നാ കാണാതെ വന്നല്ലേ? ആ എന്നാ വല്ലവരും പോയതായിരിക്കും. ആ ഇന്ന് വല്ലവരും പോയതായിരിക്കും. ഉണ്ടായിരുന്നോ? ആരൊക്കെ ഉണ്ടായിരുന്നേ? ഏത് പെണ്ണുങ്ങളാ? ഇന്നലെ ഏത് പെണ്ണുങ്ങളാ ഉണ്ടായിരുന്നേ? ഞാനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ ഇന്നലെ ഏത് പെണ്ണുങ്ങളാ ഉണ്ടായിരുന്നേ? ഇന്നലെ ഏത് പെണ്ണുങ്ങളാ ഉണ്ടായിരുന്നേ? ഇന്നലെ ഏത് പെണ്ണുങ്ങളാ ഉണ്ടായിരുന്നേന്ന്? ഏത് പെണ്ണുങ്ങളോ? ആ വേറെ ഒന്നുമില്ല. ആ ഇവിടെ നേരത്തെ ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്
അവരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നേ? ഉണ്ടാകുന്നു. ആണോ? ആ, ഇനി കിടക്കാൻ പോവാ. ഇന്ന് പള്ളിയിൽ പോയതായിരിക്കും ഉറക്കം വരുമെന്ന് അറിയില്ല. പ്രാർത്ഥിക്കാനേ. ഏ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ വല്ലതും പോയതായിരിക്കും. എന്നാ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ വല്ലതും പോയതായിരിക്കുന്നു. പള്ളി പോയതായിരിക്കുന്നു അമ്മയെ. ഇപ്പം വൈകുന്നേരം പോയതായിരിക്കും. എപ്പോഴാ? വൈകുന്നേരം വല്ലതും പോയതായിരിക്കുന്നേ. പള്ളിയിലോ? ആ കുർബാന കാണാനോ? ആ ഇതെപ്പോഴായാലും പള്ളിയിൽ ഇപ്പോൾ കുർബാനയ്ക്ക് എപ്പോഴായാലും ചെല്ലാം. കുർബാന ഒരു ആൾക്കാരുള്ളതുകൊണ്ട് അതുപോലെ കുർബാന ഇടയ്ക്ക് മുടക്കാൻ പറ്റിയല്ല. ആ ഇല്ല ഇല്ല, അതുകൊണ്ട് അവിടെ പോയതായിരിക്കും. ഭയങ്കര ആവിയാണ്. ആ ആവിയ ഫാൻ ഇടാഞ്ഞിട്ടാ. ഫാനേ ഫാനൊന്നും ഇടാഞ്ഞിട്ടാ. ഫാൻ ഇടാഞ്ഞിട്ടാന്നേ. എന്നാ പാടോ? ഏ എന്നാ ഫാൻ ഇടാഞ്ഞിട്ടാ ആവിയെന്നാ പറഞ്ഞേ. അത്താഴമൊക്കെ കുടിച്ചോ? നീ എവിടെയല്ലേ? വീട്ടിലാണോ? ആര്? നീ ആ ഇവിടെ അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കണം. ആ അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അമ്മയും ചാച്ചനൊക്കെ സുഖമായിരിക്കുന്നു. നടക്കാനൊന്നും പറ്റുമോ? ആ നടക്കാം. നടക്കാവോ? പള്ളിയിലൊക്കെ പോവോ? പള്ളിയിൽ വേണേ കൊണ്ടുപോകണം. കൊണ്ടുപോയാൽ പോവും. തന്നെ പോകത്തില്ല. അത്ര അല്ലെങ്കിലും പ്രശ്നം അത്യാവശ്യം ദിവസം പോകുമ്പോളായിരിക്കും. ആ അത് തന്നെ. പോക്ക് വിഷമം. ആ വിഷമാന്നേ. അത്യാവശ്യം കാര്യമുണ്ടോ ഇപ്പോൾ? അച്ഛന്മാർക്കായാലും അവർക്കായാലും വിഷമം. ആ വിഷമാ. അത്യാവശ്യ കാര്യം ഉണ്ടാ പോവാം. അല്ലാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. മഴ പെയ്യാൻ പോവാണ്. ഏയ് മഴയൊന്നും പെയ്യല. ആണോ? ഇല്ല ഭയങ്കര ചൂടാ. മഴ പെയ്യാൻ നല്ലതാണ് കിടക്കാൻ. ആ അത് ശരിയാ. മഴ പെയ്യണ്ടേ? നമ്മൾ പറഞ്ഞാൽ മഴ പെയ്യുമോ? ചൂടും കുറഞ്ഞേനെ. മഴയോട് പറയാതല്ല എന്നാ നമ്മൾ ഭൂമിയോട് പറയുക മഴ പെയ്യിക്കാൻ, അല്ലാതെ എന്നാ ചെയ്യുന്നേ? ഭൂമിയോട് പറയുകയല്ലാതെ എന്നാ ചെയ്യുന്നേ? മഴ പെയ്യിക്കാനേ. നമ്മൾ നിരീക്ഷിച്ചാൽ നടക്കുമോ? വിവാൻ ഇവിടെയുണ്ട്. ആ വിവാൻ ഇവിടെയുണ്ട്. ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഉഴച്ചിൽ വന്നാലും പള്ളിയിൽ പോയിട്ട് ദൈവത്തെ നമ്മൾ മറക്കരുതല്ലോ. തീർത്ത് കുറയാൻ ആ പാടില്ല, ഒരാളെങ്കിലും പോണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ. അത് മാത്രം പോണതിന് അമ്മയ്ക്ക് ഇഷ്ടക്കുറവില്ലെന്ന് എനിക്കറിയാം. പള്ളിയിൽ പോണതിന് അല്ലേ? എനിക്കൊരു എവിടെ പോകണമെങ്കിലും അങ്ങനെ മറ്റുള്ള സംഖ്യയിലൊന്നും പുറത്തേക്കൊക്കെ പോകണമെന്ന് ഇഷ്ടമില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന്. ആ പള്ളിയിൽ പോണത് അമ്മയ്ക്ക് ഇഷ്ടാ. ഞാൻ പള്ളിയിൽ പോകും. ആ പിന്നെ വല്ല രോഗികളെ കാണാനോ പോവും. ഇപ്പൊ ഒന്ന് പോയാലോ ഇവിടെ? രോഗികളെ കാണാൻ എവിടെ കാണും? എവിടെ കിടക്കണം? ഓരോ വീട്ടിലൊക്കെ ഉണ്ട്. ഉണ്ടെന്ന് വീട് വഴിയൊക്കെ ഉണ്ട്. പ്രായമായവരൊക്കെ രോഗികളൊക്കെ ഉണ്ട്. രാത്രിയാവും. നാളെ എന്നാ പോകാം. നാളെയൊക്കെ പോക്കതാണ്. ആർക്കും സമയമില്ല. സമയമൊക്കെ ഉണ്ടാക്കണം. മകനെ കൊണ്ട് സമയം ഉണ്ടാക്കിക്കണം. അതൊക്കെ അവർക്ക് ഓരോ ജോലി. അവർക്ക് ജോലിയൊക്കെ മാറ്റി വെക്കാൻ പറയണം. മാറ്റി വെച്ചിട്ട് വേറെ ഓരോ കാര്യങ്ങൾക്ക് പോയില്ലേ? അതുപോലെ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കാൻ പറയണം. ഞാൻ കിടക്കാൻ അപ്പയുടെ കഞ്ഞി എടുത്തോണ്ട് വരും. ഇവിടെയാണ് കിടക്കാൻ പോണേ? ഇപ്പം വേണ്ട. ഇല്ല, ഞാൻ എടുത്തോണ്ട് വരും. അതൊക്കെ അങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. ഇല്ല എടുത്തോണ്ട് വരും. എന്ത് ചൂടായ ഈ കുട്ടിയമ്മേ. പോയി കഴുകിട്ട് വരാം. കൈ കഴുകിയിട്ട് വരാം. കഞ്ഞി എടുക്കുമല്ലേ? കൈ കഴുകിയിട്ട് വരാൻ. കൈ കഴുകിയിട്ട് കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? ആ ഞാൻ എന്റെ ഉടുപ്പ് മാറട്ടെ. എനിക്ക് ചൂട് എടുത്തിട്ട് വയ്യ. ചൂട് കഞ്ഞി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കൊന്ന് വരുവാണ്ട. കഞ്ഞി ഉണ്ടോ എടുക്കുവാണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട് എലിക്കുട്ടിയമ്മ വരുന്നത് കണ്ടോ? കഞ്ഞി വേണ്ടെന്നൊക്കെ ചുമ്മാതെ പറയും കേട്ടോ. ഇതൊന്നും ആരും വിശ്വസിക്കണ്ട. ഇങ്ങ് കൊടുത്തേച്ചാ മതി. ഞാൻ ഇവിടെ ഇന്ത്യയിൽ വേറെ ആരെങ്കിലും ഒക്കെയാണ് നിങ്ങളൊക്കെയാ കൊടുക്കുന്നെങ്കിൽ വേണ്ടെന്നൊക്കെ അങ്ങനെ പറയും കേട്ടാ. അതൊന്ന് സമ്മതിക്കുക. അതൊന്നും നിങ്ങൾ കണക്കിലെടുക്കരുത്. ഒക്കെ അങ്ങ് കൊടുത്തേക്കണം. ശരിക്കും കേട്ടോ നല്ല സന്തോഷാ. നമ്മളാ സന്തോഷമായിരുന്നു. അമ്മേനെ കണ്ടില്ല, അമ്മ എവിടെ പോയിരിക്കുന്നു പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. ഒരു സന്തോഷത്തിലായിരുന്നു. എന്നാ ഒന്ന് കുടിച്ചോ. ഞാൻ എന്റെ ഉടുപ്പൊക്കെ മാറിയിടട്ടെ. കഞ്ഞി കുടിച്ചാ ഇതൊക്കെ മാറട്ടെ. എനിക്ക് ചൂടാ. ഞാൻ ഡ്രസ് മാറട്ടെ. നെയ്റ്റിക്കുള്ളത് ഇടണ്ടേ? നൈറ്റി. പോയേക്കുമായിരുന്നു ജോയ്ക്ക്. അതായത് ജോമോനോട്
എന്നാ ചോദിക്കാം? ഇത്ര നേരം എവിടെ പോയേക്കുവായിരുന്നു? ഇവിടെ ഇല്ല ഞാൻ. ആ, ഇവിടെ ഇല്ലായിരുന്നു. അത് അവനോട് കൊണ്ട് തറയ്ക്കത് പോയി. പണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അല്ലേ? പോയായിരുന്നു കാര്യം നടക്കും. എവിടെ പോയതാണ്? കുറുപ്പന്തറയ്ക്ക് പോയതാ. കുറുപ്പന്തറയ്ക്ക്. തറയ്ക്കോ? ആ, അവിടെയല്ല. ഇവിടെ ഓഫീസിൽ പോയി. കുടിച്ചാർന്നോ? ഇല്ല, കഞ്ഞി കുടിക്കാറായില്ല. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഏഹ്? വന്നതല്ലേ ഉള്ളൂ, കഞ്ഞി കുടിക്കാറായില്ല. ആ, കുടിച്ചില്ലേ? ഇല്ല, ഇനി കുളിക്കണം. നേരമായിട്ടോ? ഇല്ലെന്നേ, ഇനി കുളിക്കാനൊക്കെ ഉണ്ടെന്നേ. ഇപ്പൊ കുളിച്ചൊക്കെ പിറക്കി വരണം. ഇവിടെ പെണ്ണുങ്ങളില്ല. ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഏലിക്കുട്ടിയമ്മയിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നീ കഴിഞ്ഞ് തരാൻ പറഞ്ഞ. ആ, ഏലിക്കുട്ടിയമ്മ എടുത്ത് തരുമോ ഇനി? എലിക്കുട്ടിയമ്മ തരാൻ പറഞ്ഞാ എലിക്കുട്ടിയമ്മ പറയും അമ്മ വരട്ടെന്ന് പറയും. അതൊക്കെ പറക്കി കളാ, അതൊന്നും വായി വെക്കാതെ താഴെ പോയതൊക്കെ. മനുണ്ടോ? വലിയ വലിയൊരു മനുണ്ടോ? ഓ, അത് വഴിയാ പോകുന്നവരാന്നേ. വഴിയല്ലേ, വഴി വെച്ചമ്പോലെ ആൾക്കാർ പോയില്ലേ, നമ്മളത് നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? മഴ പെയ്യാനേ ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. ഒരു കൊന്ത ചെല്ലി കേട്ടാ. മഴ പെയ്യാൻ വേണ്ടിട്ടേ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്. ചൂടാ. അവനിപ്പോ കുളിച്ചതല്ലേ ഉള്ളൂ, ഇനി കഞ്ഞി കുടിക്കുമായിരിക്കും. അവനിപ്പോ കുളിച്ചതല്ലേ ഉള്ളൂ, ഇനി വന്ന് കഞ്ഞി കുടിക്കുമായിരിക്കും. ആ, ഇപ്പൊ കുളിച്ചതല്ലേ ഉള്ളൂ. ആ, കുളിക്കുമായിരുന്നു. വെള്ളം കുടിക്കട്ടെ. ഈ ഫാനേ കാറ്റൊന്നും പോരാ. അതിനോടൊന്നും വേണ്ട. അതെ, കടുക് ഉലുവായ പുളിശ്ശേരിയാ. കടുക് ഉലുവ പൊട്ടിച്ചതാ. പൊട്ടിച്ചതാന്ന് കടുക് ഉലുവായുവേ. പുളിശ്ശേരിയില്ലേ, മോരുകറിക്കകത്ത് കടുക് വറുത്തിടിയല്ലേ, അതാണ്. ആ, അമ്മ എന്നാ വിചാരിച്ച കറുത്ത അരിയാതാ. അമ്മ അത് വെച്ചിട്ട് ഇല്ല, കഞ്ഞി കുടിച്ചില്ല. ഇല്ല ഇല്ല, സമയായില്ല കഞ്ഞി കുടിക്കാൻ. അല്ലേ? ചായ പോലും കുടിച്ചിട്ടില്ല. ചായ കുടിക്കണത് 10 മണിക്കാണ്. ആ, ഇല്ലെന്നേ, കഞ്ഞി കുടിച്ചില്ലെന്നേ. ഇല്ല ഇല്ല, ഇടി കൊടുക്കുന്നുണ്ടല്ലോ. ഒന്ന് മഴ പെയ്യോ? ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ഇടി കൊടുക്കുന്നുണ്ടെന്ന്, ഇടി. ആ ആ, മഴയില്ല, അതല്ല പറഞ്ഞേ. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറയുമല്ലേ ഇത്. ഇടിക്ക് കുടുങ്ങിയോണ്ട് മാത്രം കാര്യമുണ്ടോ? ഫാനൊക്കെ ഓഫ് ചെയ്യുന്ന ആളായിരുന്നല്ലോ, മറന്നു പോയല്ലോ. ആൾക്കാരൊക്കെ കൂടുതലുള്ളപ്പോഴാ ഒന്നും ചെയ്യലാത്തത്. മുള്ളിക്കാൻ കൊണ്ടുപോട്ടെ എലിക്കുട്ടിയമ്മേനെ. ഞാൻ ഇത്രയും നാളിനോടടുത്ത് കിടന്ന് മുള്ളിയിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാ കിടന്ന് മുള്ളിയാക്കണേന്ന്. തീർന്നില്ല ഇവിടെ കാര്യം. അപ്പൊ ഞാൻ അങ്ങനെയാ, എലിക്കുട്ടിയമ്മ സമ്മതിക്കുന്നില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാനങ്ങ് സമ്മതിച്ചേക്കുക. ഞാനാന്ന് പറഞ്ഞു. ഇങ്ങനെ 2-3 പ്രാവശ്യം മൂത്രം കൊണ്ട് ഒഴിപ്പിക്കണം രാത്രിയില്. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് 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 വേണം. അവിടെയല്ലേ ടോയ്ലറ്റ്, അവിടെയല്ലേ മൂത്രം ഒഴിക്കേണ്ടത്. തോർത്തൊക്കെ ഇങ്ങോട്ട് വെച്ചേരെ. ഞാനല്ല, അമ്മയ്ക്കാ മൂത്രം ഒഴിക്കേണ്ടത്. ലൈറ്റ് ഇട്ടേ മോനെ. തോർത്തോടെ കിടന്നോട്ടെ. മൂത്രം ഒഴിക്കാൻ പോകുമ്പോ തോർത്തെന്തിനാ? ചെല്ലേ ചെല്ലേ, അവിടെ പോയി മൂത്രം ഒഴിച്ചിട്ട് വരാനേ. ആ, ഏലിക്കുട്ടിയമ്മ. എനിക്ക് വേണം. ഉണ്ടെന്നേ. മൂത്രം പോകാനില്ലെങ്കിൽ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. പോകുന്നില്ലാത്തൊരു കാര്യം വെള്ളം കുടിക്കാഞ്ഞിട്ടാ. വെള്ളം കുടിക്കാഞ്ഞിട്ടാ. ഇവിടെ വെള്ളമൊന്നും തരാൻ ആളില്ലേ? വെള്ളമൊന്നും ഇവിടെ തരാൻ ആളില്ലേ ഏലിക്കുട്ടിയമ്മയ്ക്ക്? വെള്ളം വെള്ളം എടുത്തു കുടിക്കും അല്ലേ? ആര് തരുമൊന്നും വേണ്ട. ആര് തരുമല്ലേ? അവനവന് ആവശ്യമുള്ള പോയി എടുത്തു കഴിച്ചോണം. ഒരു കാര്യം നടക്കിയല്ല, നടക്കിയല്ല. കേട്ടോ എല്ലാരും? എന്നാ ഉറങ്ങിക്കോട്ടോ. AC ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ, ഉറങ്ങുകയൊക്കെ ചെയ്യും. ഇപ്പൊ നല്ല തണുപ്പങ്ങ് വരും. ഇവിടെ ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. കിടന്നോട്ടോ, ഇത് അടച്ചിട്ടേക്കാം. അല്ലെങ്കിൽ ഇവിടെ തണുപ്പൊക്കെ വേറെ വല്ല വഴിക്കും പോകും. ഇത് അടയ്ക്കുവാ. കിടന്നോ. ഞാനിവിടെ ഇരിക്കട്ടെ ഇച്ചിരി നേരം.
അമ്മ കിടന്നോ, ഒന്ന് മയങ്ങി അപ്പൊ ഞാൻ വരാം കേട്ടാ. ഇത് കിടക്കാൻ അമ്മ കിടന്നോ, ഇച്ചിരി കഴിയുമ്പോ വന്നേക്കാം, ഇപ്പൊ തന്നെ വന്നേക്കാം കേട്ടോ. അപ്പൊ തണുക്കട്ടെ, മുറിയൊന്ന് തണുക്കട്ടെ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.